ബി.ജെ.പി. നേതൃത്വത്തിന് കേന്ദ്ര സർക്കാരിന് കേരളത്തോട് ഒടുങ്ങാത്ത പകയാണ്. എന്തുകൊണ്ടാണ് അത് എന്ന് വ്യക്തമാക്കേണ്ടത് ബി.ജെ.പി. നേതൃത്വം തന്നെയാണ്. കേന്ദ്ര നേതൃത്വം അതേക്കുറിച്ച് പറഞ്ഞില്ല എങ്കിലും സംസ്ഥാനത്തെ ബി.ജെ.പി. നേതാക്കളെങ്കിലും അതേക്കുറിച്ച് പറയണം. രണ്ട് കേന്ദ്രമന്ത്രിമാരുണ്ട് കേരളത്തിൽ നിന്ന്. ഒന്ന് ജോർജ് കുര്യൻ, മറ്റൊന്ന് സുരേഷ് ഗോപി. സുരേഷ് ഗോപി കേരളത്തിൽ നിന്നുള്ള എം.പിയാണ്, തൃശ്ശൂർ എം.പിയാണ്. ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് ലോക്സഭയിലേക്ക് അയച്ച ആളാണ്. അദ്ദേഹം ഇപ്പോൾ കേന്ദ്രമന്ത്രിയാണ്, കേന്ദ്ര സഹമന്ത്രിയാണ്. അദ്ദേഹം മറുപടി പറയണം. എന്തിന് കേരളത്തെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നു? എന്തിന് കേരളത്തിലെ ജനങ്ങളോട് ഈ ക്രൂരത ആവർത്തിച്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്നു? ഈ ചോദ്യത്തിന് കേന്ദ്ര സർക്കാരും മറുപടി പറയേണ്ടതുണ്ട്. എന്തേ കേരളം ഇന്ത്യയുടെ ഭാഗമല്ലേ? ഈ ചോദ്യമാണ് കേരളത്തിൽ നിന്ന് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ആ പ്രതിഷേധം രാജ്ഭവന് മുന്നിലും ജില്ലാ കേന്ദ്രങ്ങളിലും ഇപ്പോൾ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ കേരളം ഇന്ത്യയിലല്ലേ? ആ ചോദ്യം ഒന്നുകൂടി ആവർത്തിച്ച് ചോദിക്കേണ്ട ഒരു സംഭവം കൂടി ഉണ്ടായിരിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ ഒരു തീരുമാനവും കൂടി വന്നിരിക്കുന്നു. അത് മറ്റൊന്നുമല്ല, വയനാട് ദുരന്തം കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നാണ്. കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിച്ച ദുരന്തങ്ങളിൽ ഒന്ന്. ദേശീയ തലത്തിൽ തന്നെ വലിയ ചർച്ചയായി മാറിയ സംഭവം. ഇന്ത്യൻ പ്രധാനമന്ത്രി വയനാട്ടിലെത്തി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത സംഭവം. യോഗത്തിൽ പങ്കെടുത്തു, മീറ്റിങ്ങുകളിൽ പങ്കെടുത്തു, ജനങ്ങളെ കണ്ടു, ദുരിതത്തിന് ഇരയായവരെ ആശുപത്രിയിൽ സന്ദർശിച്ചു. ഇതൊക്കെ നാം കണ്ടതാണ്. പ്രധാനമന്ത്രി മാത്രമല്ല, ബി.ജെ.പിയുടെ കേന്ദ്രമന്ത്രിമാർ, ബി.ജെ.പി. നേതാക്കൾ വയനാട്ടിലേക്ക് ഒഴുകുകയായിരുന്നു. എന്തിനാണ് ഇവർ വന്നത്? വയനാട്ടിലെ ജനങ്ങളെ സഹായിക്കാനല്ലേ? ഭാവിയിലും സഹായം ഉണ്ടാകുമെന്ന് ഉറപ്പ് പറയാനല്ലേ? അതൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഒരു സഹായവും ഇതുവരെ ലഭിച്ചിട്ടില്ല. ഒരു സഹായവും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, കേരളത്തിന് അനുവദിച്ച പൈസയിൽ നിന്ന്, ഫണ്ടിൽ നിന്ന് തിരിച്ചെടുത്തു 153 കോടി 50 ലക്ഷം രൂപ. എന്തിനാണ്? അന്നത്തെ രക്ഷാപ്രവർത്തനത്തിന് വ്യോമസേന ഉണ്ടായിരുന്നു, അവരുടെ ഹെലികോപ്റ്റർ ഉപയോഗിച്ചിരുന്നു. അതിൻ്റെ വാടക ഇനത്തിലാണ് ഇപ്പോൾ 153 കോടി രൂപ തിരിച്ചെടുത്തിരിക്കുന്നത്, പിടിച്ചുപറിച്ചിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് പിടിച്ചുപറിച്ചു എന്ന് തന്നെ പറയണം. ഇത് ആദ്യത്തെ അനുഭവമല്ല. പ്രളയകാലത്ത്, കേരളം ഞെട്ടിപ്പോയ പ്രളയകാലത്ത് രക്ഷാപ്രവർത്തനത്തിന് വന്ന വ്യോമസേനയുടെ ഹെലികോപ്റ്റർ വാടക ഇനത്തിൽ 290 കോടി 74 ലക്ഷം രൂപയാണ് അന്ന് കേന്ദ്ര സർക്കാർ കേരളത്തിൽ നിന്ന് പിടിച്ചു വാങ്ങിയത്. ഇപ്പോഴിതാ 153 കോടി 50 ലക്ഷം രൂപയും പിടിച്ചെടുത്തിരിക്കുന്നു, പിടിച്ചു പറിച്ചിരിക്കുന്നു കേന്ദ്ര സർക്കാർ വ്യോമസേനയുടെ ഹെലികോപ്റ്ററിന്റെ വാടക ഇനത്തിൽ. ഇനിയിപ്പോൾ കരസേനയുടെ ബില്ല് വരാനിരിക്കുന്നതേയുള്ളൂ. കരസേന അവിടെ രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നു, ബേലി പാലം നിർമ്മിച്ചിരുന്നു, താൽക്കാലിക പാലം നിർമ്മിച്ചിരുന്നു. അതിന്റെ വാടകയും അതിന്റെ ചെലവും സംസ്ഥാന സർക്കാർ നൽകേണ്ടി വരും. അതിന്റെ ബില്ല് വരും, അതിന്റെ ബില്ല് വരാനിരിക്കുന്നതേയുള്ളൂ. ബില്ല് വരികയാണോ ചെയ്യുക, അതല്ല കേരളത്തിന് അനുവദിച്ച തുകയിൽ നിന്ന് പിടിച്ചു പറിക്കുകയാണോ ചെയ്യുക എന്നത് മാത്രമേ അറിയാനുള്ളൂ. ദുരന്ത നിവാരണ ഫണ്ടിലേക്ക് കേന്ദ്ര വിഹിതമുണ്ട്, കേന്ദ്ര സർക്കാരിന്റെ വിഹിതമുണ്ട്, സംസ്ഥാന സർക്കാരിന്റെ വിഹിതമുണ്ട്. അതിലേക്ക് കഴിഞ്ഞ വർഷം കേന്ദ്ര സർക്കാർ അനുവദിച്ചത് 394 കോടി 99 ലക്ഷം രൂപയായിരുന്നു. 394 കോടി 99 ലക്ഷം രൂപ നടപ്പ് വർഷത്തെ പണമാണത്. നടപ്പ് വർഷത്തെ പണം അനുവദിച്ച തുക. നേരത്തെ ഈ വിഹിതമായി നേരത്തെ ലഭിച്ച തുകയുണ്ടായിരുന്നു. ആ തുക 388 കോടി രൂപയായിരുന്നു. 388 കോടി രൂപ. ഇത് രണ്ടും ചേർത്ത് 782 കോടി 99 ലക്ഷം രൂപ സംസ്ഥാനത്തെ ദുരന്ത നിവാരണ ഫണ്ടായി സംസ്ഥാന ഫണ്ടിലുണ്ട്. ആ ഫണ്ടിൽ നിന്നാണ് ഇപ്പോൾ 153 കോടി രൂപ തിരിച്ചു പിടിച്ചത്. ഈ വർഷത്തെ തുക അനുവദിച്ചിട്ടുണ്ട്. 2024-25 ദുരന്ത നിവാരണ നിധിയിലേക്ക് 388 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. കേന്ദ്ര വിഹിതം 291 കോടി രൂപ, സംസ്ഥാന വിഹിതം 96 കോടി രൂപ. പൂർണ്ണമായും കേന്ദ്രം നൽകുന്ന ഫണ്ടല്ല, സംസ്ഥാന വിഹിതവുമുണ്ട്. സംസ്ഥാന വിഹിതവും കേന്ദ്ര വിഹിതവും ചേർത്താണ് സംസ്ഥാനത്തെ ദുരന്ത നിവാരണ ഫണ്ട്. ആ ഫണ്ടിൽ നിന്നാണ് ഇപ്പോൾ 153 കോടി രൂപ തിരിച്ചു പിടിച്ചിരിക്കുന്നത്. കേന്ദ്രത്തിൽ നിന്ന് ഒരു നയാ പൈസ തന്നിട്ടില്ല എന്ന് മാത്രമല്ല, സംസ്ഥാനത്തിന് അർഹതപ്പെട്ട തുക തന്നതിൽ നിന്ന് പോലും തിരിച്ചു പിടിക്കുന്ന അവസ്ഥയിലേക്ക്, രക്ഷാപ്രവർത്തനത്തിന്റെ വാടക പോലും, രക്ഷാപ്രവർത്തനത്തിന് വന്ന സൈനികരുടെ ചെലവ് പോലും കേരളം വഹിക്കണം, ദുരന്ത നിവാരണ അതോറിറ്റി വഹിക്കണം എന്ന സ്ഥിതിയിലേക്ക് കേന്ദ്രം മാറുന്നു. കേന്ദ്രം ചിന്തിക്കുന്നു, കേന്ദ്രം പറയുന്നു. ഇത് കേരളത്തോട് കാണിക്കുന്ന അവഗണന അല്ലാതെ, കേരളത്തിലെ ജനങ്ങളോട് കാണിക്കുന്ന ക്രൂരതയല്ലാതെ മറ്റെന്താണ്? വയനാട്ടിലെ ജനങ്ങളുടെ മുഖത്ത് നോക്കി ഇങ്ങനെയൊരു ക്രൂരത ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ചെയ്യാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റുമെന്ന് നമ്മോട് പറയുകയാണ് ബി.ജെ.പി. ഞങ്ങൾക്കത് കഴിയും എന്നും. ദുരന്തത്തിന് ഇരയായി എല്ലാം നഷ്ടപ്പെട്ട് കഴിയുന്നവർക്ക് ഒരു നയാ പൈസയുടെ പ്രത്യേക സഹായവും അനുവദിക്കാതെ ഇരിക്കുകയും അവർക്ക് ലഭിക്കേണ്ട തുകയിൽ നിന്ന് പണം തിരിച്ചുപിടിക്കുകയും പിടിച്ചുപറിക്കുകയും ചെയ്യുന്ന കേന്ദ്ര സർക്കാർ.
ഈ ദുരന്ത നിവാരണ അതോറിറ്റിയിലെ ഫണ്ടിലേക്ക് വന്ന തുക കേന്ദ്രത്തിന്റെ ഔദാര്യമല്ല, എല്ലാ സംസ്ഥാനങ്ങൾക്കും നൽകുന്ന തുക അതിന്റെ വിഹിതമാണ് നമുക്ക് ലഭിക്കുന്നത്. അത് നിയമപ്രകാരം സംസ്ഥാനത്തിന് ലഭിക്കേണ്ടതാണ്. പ്രത്യേക സഹായമാണ് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിന് മാത്രം പ്രത്യേക സഹായമില്ല. ഗുജറാത്തിനുണ്ട്, ആന്ധ്രാപ്രദേശിനുണ്ട്, തെലങ്കാനയ്ക്കുണ്ട്, യു പിക്കുണ്ട്, ത്രിപുരയ്ക്കുണ്ട്. എല്ലാവർക്കും വാരിക്കോരി കൊടുക്കുന്നു. പക്ഷെ കേരളത്തിലേക്ക് വരുമ്പോൾ ഒരു നയാ പൈസ അനുവദിക്കുന്നില്ല. ഇതാണ് ഇതാണ് ബി ജെ പിയുടെ കേന്ദ്ര സർക്കാർ. സംസ്ഥാന BJP നേതൃത്വം എങ്കിലും ഇത് സംബന്ധിച്ച് പ്രതികരിക്കണം. കേന്ദ്ര BJP നേതൃത്വത്തിൽ സമ്മർദ്ദം ചെലുത്തണം. ഈ തിരിച്ചുപിടിച്ച തുകയെങ്കിലും തിരിച്ചു തരാൻ അവരോട് അഭ്യർത്ഥിക്കണം, ആവശ്യപ്പെടണം. കേരളത്തിൽ അതല്ലെങ്കിൽ പ്രതിഷേധം ശക്തമാകും എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട. BJPക്ക് കേരളത്തിൽ നിലനിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറും. അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്.